നമസ്കാരം. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിലുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നത്. ഇരുവരും തമ്മിൽ കേരളത്തിന് പുറത്തടക്കം വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ശബരിമല തട്ടിപ്പിൽ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനൊപ്പമുണ്ടായിരുന്നു. ബംഗളൂരുവിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു കവറും രമേശ് റാവുവിൽ നിന്ന് ഒരു സമ്മാനപ്പൊതിയും ഏറ്റുവാങ്ങുന്നത് പുറത്തു വന്ന ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേശ് റാവുവുമായി UDF കൺവീനർ പലതവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ഇതോടെ അടൂർ പ്രകാശിനെതിരെയും SIT അന്വേഷണം വന്നേക്കും. അടൂർ പ്രകാശിന് പോറ്റിയും സഹായികളുമായുള്ള അടുപ്പം തെളിയിക്കുന്ന ചിത്രങ്ങൾ നേരത്തെയും പുറത്തു വന്നതാണ്. എന്നാൽ യാദർച്ഛികമായ ബന്ധം മാത്രമാണ് പോറ്റിയുമായി ഉള്ളതെന്നായിരുന്നു അടൂർ പ്രകാശ് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ ന്യായങ്ങളെല്ലാം പൊളിക്കുന്നതാണ് പുതിയ ചിത്രങ്ങൾ. അതേസമയം താൻ പോയിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് രംഗത്തെത്തി. ആ കവറിലുള്ളത് കൊള്ളയാണെന്ന് ആരും കരുതണ്ട എന്നൊക്കെ തന്നെയാണ് അടൂർ പ്രകാശ് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേസമയം UDF കൺവീനർ മറുപടി പറയേണ്ടി വരും ഇതിനെല്ലാം. പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് 2024 ജനുവരി 27 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരുവിൽ നിന്നുള്ള രാഘവേന്ദ്ര, രമേശ് എന്നിവരും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ് ആ ചിത്രങ്ങളിലുള്ളത്. ന്യൂഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിൽ രാഘവേന്ദ്രയും രമേശുമുണ്ട്. 2017 പോറ്റി ഡൽഹിയിൽ സോണിയയുടെ വീട്ടിലെത്തിയതെന്നാണ് അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞിരുന്നത്. അത് ശരിയാണെങ്കിൽ ഈ സംഘവുമായി അടൂർ പ്രകാശിന് വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് CPM ആരോപിക്കുന്നുണ്ട്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് MPമാരായ ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിന്റെയും സഹായത്തോടെയാണെന്നാണ് ആരോപണം. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. അത് വെച്ച് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കൂടെ ഫോട്ടോ എടുത്തവരെ പ്രതിയാക്കണമെന്നല്ല, പ്രതികളെ സംരക്ഷിക്കുന്നവരെ പ്രതിയാക്കണമെന്നാണ് പറഞ്ഞത്. സതീശൻ പറഞ്ഞു. കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയോട് ചോദിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനവും എടുക്കില്ല. അദ്ദേഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ട്. കോടതി ആവശ്യപ്പെട്ടാൽ അത് ഹാജരാക്കാമെന്നും സതീശൻ പറഞ്ഞിരുന്നു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയിരുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിയായതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2025 ഒക്ടോബർ 17 പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വിശദമായ കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു.